മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഇത് നമുക്കറിയാം, സപ്പോട്ട എന്ന് പറയുന്ന ഒരു പഴച്ചെടിയാണ്. വളരെ സ്വാദിഷ്ടമായ പഴച്ചെടി. 40ഓളം ഇനങ്ങളിൽപ്പെട്ട സപ്പോട്ട ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് ബനാനാസ് സപ്പോട്ട എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ടതാണ്. അതായത് നീളമുള്ള, നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ കൂട്ട് നീളമുള്ള കായ്കളുണ്ടാകുന്ന സപ്പോട്ട. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കായ്ക്കാൻ ഏതാണ്ട് 4 വർഷത്തോളമൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്തോ ബഡ് ചെയ്തോ ആകുന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം കൊണ്ടൊക്കെ കായ്ഫലം ലഭിക്കുന്നതായിട്ട് കേട്ടുവരുന്നുണ്ട്. ഇതിപ്പോൾ 1 വർഷമായി ഞാനിത് വെച്ചിട്ട്. ഇതല്ല, വേറെ എനിക്ക് 2 കൂടുണ്ട്. മറ്റേതിന് വളമിട്ടതിപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഈ അവസരത്തിൽ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ട മാത്രമല്ല, സപ്പോട്ട പല വീടുകളിലും വളരെ ഉയരത്തിൽ തഴച്ച് വളർന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴേ വലിയ ഉയരത്തിലേക്ക് ഇത് പോയി നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ശിഖരങ്ങൾ കുറച്ച് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ശിഖരങ്ങൾ മുറിച്ച് കളയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ നമുക്ക് നിർത്താൻ സാധിക്കും. അപ്പം കൈ എത്തുന്ന ദൂരത്തിൽ നമുക്കിതിൻ്റെ പഴങ്ങൾ പറിച്ചെടുക്കാനൊക്കെ സാധിക്കും. അത് മഴ പെയ്യുമ്പോൾ മാത്രം, മഴയുള്ള സമയങ്ങളിൽ മാത്രമേ നമ്മൾ ശിഖരങ്ങൾ മുറിച്ച് കളയാവൂ. ഈ ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് കളഞ്ഞു. ഇനി ഇപ്പോഴ് ഇത് ഒരുപാട് മുകളിലേക്ക് പോകത്തില്ല എന്ന് മാത്രമല്ല, ഇത് ഒരു കുട പോലെ നമുക്ക് കൈ എത്തുന്ന ആകൃതിയിൽ ഇങ്ങനെ വളർന്ന് പടർന്നിരിക്കും. ഈ ഒരെണ്ണം ഇവിടെ നിൽക്കുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് അവിടെ വളർന്നു നിൽക്കും. കണ്ടോ, ഇത്രയും ശിഖരങ്ങളാണ് നമ്മൾ മുറിച്ച് കളഞ്ഞത്. അപ്പം ശിഖരങ്ങൾ മുറിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളമിടുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മളിതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് കളയൂ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് വളമിടുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വളമിടാൻ വേണ്ടിയിട്ടേക്ക് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, അതുകൂടാതെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ വളർന്നു വരുന്നതിനും, അതുപോലെ തന്നെ മണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ, ബാക്ടീരിയയോ ഒക്കെ ഉണ്ടെങ്കിൽ, വൈറസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഒക്കെയാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ചാരം ചെതറി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മണ്ണ് നമ്മൾ വളമിടുന്നതിന് മുമ്പ് മണ്ണ് ഇളക്കേണ്ട കൂടെ തന്നെ ഇതിൻ്റെ മുകളിൽ മണ്ണ് വീഴ്ത്താത്ത രീതിയിൽ ഒരു ക്രമീകരണം നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പം സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ പച്ചക്കറികൾ പോലെ തന്നെ ഫലവൃക്ഷ തൈകളും നമ്മൾ നട്ട് പരിപാലിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ ഒരുപാട് പാഴായി കിടപ്പുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇത് ഡ്രമ്മിൽ നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. ചെറിയ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പഴങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. നമുക്ക് കാശ് കൊടുത്താൽ ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും നമ്മുടെ മുറ്റത്ത് ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ തണലാവും, അതുപോലെ തന്നെ പച്ചപ്പുണ്ടാവും, ഒപ്പം നമ്മുടെ ശരീരത്തിന് ഉചിതമായ പഴം നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ, കൃഷി അറിവുകൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, അതുപോലെ തന്നെ ഇത് സമാന ചിന്താഗതിയുള്ളവരിലൊക്കെ എത്തിക്കാൻ താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.